മാധ്യമം പോഡ്കാസ്റ്റ്. എഡിറ്റോറിയൽ 2026 ജനുവരി 2 വെള്ളി. ഉപയോഗത്തിലില്ലാത്ത ഒരു ഭൂഗർഭ മെട്രോ സിറ്റി ഹാർട്ട് സ്റ്റേഷൻ്റെ ഗോവണിപ്പടികളിൽ നിന്ന് കയ്യിൽ ഖുറാൻ പ്രതിയുമായി ന്യൂയോർക്ക് മേയറായി മംദാനി സ്ഥാനമേറ്റതിനെക്കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. മംദാനിയുടെ പുതുമ നിറഞ്ഞ സ്ഥാനാരോഹണം. സൊഹ്റാൻ മംദാനി ന്യൂയോർക്ക് മേയറായി സ്ഥാനമേറ്റു. വ്യാഴാഴ്ച പുലർച്ചെ ന്യൂയോർക്കിലെ ഉപയോഗത്തിലില്ലാത്ത ഒരു സബ്വേ ഭൂഗർഭ മെട്രോ സിറ്റി ഹാർട്ട് സ്റ്റേഷൻ്റെ ഗോവണിപ്പടികളിൽ നിന്ന് കയ്യിൽ ഖുറാൻ പ്രതിയുമായി മംദാനി സ്ഥാനമേറ്റെടുക്കുമ്പോൾ അതിന് പ്രത്യേകതകളേറെയുണ്ടായിരുന്നു. നവംബർ 5 ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി മംദാനി മേയറായി തിരഞ്ഞെടുക്കപ്പെടുന്നത് തന്നെ സവിശേഷ ശ്രദ്ധ നേടിയിരുന്നു. 34-ാം വയസ്സിൽ ന്യൂയോർക്കിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, ആദ്യത്തെ മുസ്ലിം മേയർ, ആദ്യ ദക്ഷിണേഷ്യൻ മേയർ, ആഫ്രിക്കയിൽ ജനിച്ച ആദ്യ മേയർ എന്നിവയൊക്കെ അദ്ദേഹത്തിൻ്റെ സവിശേഷതകളായിരുന്നു. ഇപ്പോൾ ആദ്യമായി ഖുറാൻ പ്രതിയുമായി ഒരാൾ സ്ഥാനാരോഹണം നടത്തിയത് അതിലേറെ പുതുമയായി. അമേരിക്കൻ നിയമത്തിൽ വേദഗ്രന്ഥം പിടിച്ച് സത്യവാചകം ചൊല്ലുന്ന വ്യവസ്ഥയില്ലെങ്കിലും മുമ്പ് മിക്കവരും ബൈബിൾ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തതാണ് ചരിത്രം. ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് കടമെടുത്ത 200 വർഷം പഴക്കമുള്ള ഖുറാൻ പ്രതിയായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുത്തത്. ന്യൂയോർക്ക് നഗരത്തിൻ്റെ വൈവിധ്യവും ബഹുസ്വരതയും ഉയർത്തിപ്പിടിക്കുന്നതായി ഈ പ്രവൃത്തി എന്ന് പലരും ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ സിനിമാ സംവിധായികയും നിർമ്മാതാവുമായ മീര നായരുടെയും ഗുജറാത്തി മുസ്ലിം പ്രൊഫസർ മഹമ്മൂദ് മംദാനിയുടെയും മകനായി യുഗാണ്ടയിലെ കമ്പാലയിൽ ജനിച്ച സൊഹ്റാൻ മംദാനി ദക്ഷിണാഫ്രിക്കയിലേക്കും പിന്നീട് അമേരിക്കയിലേക്കും മാതാപിതാക്കൾക്കൊപ്പം കുടിയേറിയതായിരുന്നു. എന്നാൽ 55 ലക്ഷം ജനസംഖ്യയുള്ള ന്യൂയോർക്ക് അദ്ദേഹം ഉയർത്തിയ പ്രചാരണ വിഷയങ്ങൾ സൗജന്യ ശിശുചികിത്സ, സൗജന്യ സിറ്റി ബസ് സർവീസ്, 1 ദശലക്ഷം വരുന്ന പാർപ്പിടങ്ങളുടെ വാടക മരവിപ്പിക്കൽ, പലവ്യഞ്ജന കടകൾ തുടങ്ങുക പോലുള്ള ക്ഷേമ പദ്ധതികളായിരുന്നു. എന്തുകൊണ്ടും ഏറെ കൗതുകവും അത്ര തന്നെ വിമർശനവും ഉയർത്തിയ മുദ്രാവാക്യങ്ങളായിരുന്നു അവ. മുതലാളിത്തവാദിയായ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ന്യൂയോർക്ക് നഗരത്തിൽ ഇനിയൊരു കമ്മ്യൂണിസ്റ്റ് നഗരം ഭരിക്കുമ്പോൾ മോസ്കോ മാതൃകയിൽ പുതിയ സ്റ്റേറ്റ് കടകൾ വരാൻ പോകുന്നു എന്നാണ് പരിഹസിച്ചത്. എന്നാൽ അതിനേക്കാൾ രൂക്ഷമായ രീതിയിൽ ഇസ്ലാം ഭീതിയും വംശവെറിയും പരത്തുന്ന പ്രചാരണങ്ങൾ വേറെയുമുണ്ടായി. അവയെ നേരിടാൻ തൻ്റെ സോഷ്യലിസ്റ്റ് മുദ്രാവാക്യങ്ങളിലൊന്നും അദ്ദേഹം വെള്ളം ചേർത്തില്ല. ഗസയിലെ വംശഹത്യയും പലസ്തീനികളുടെ അവകാശങ്ങളും പ്രചാരണങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പാനന്തരം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മംദാനി വിമർശനത്തിൻ്റെ തീവ്രത കുറച്ചെന്ന് വരുത്തി. നിയുക്ത മേയറെ വൈറ്റ് ഹൗസിൽ സൽക്കരിച്ചതും ഉപചാരപൂർവ്വം പെരുമാറിയതും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല, കുറ്റകൃത്യങ്ങൾ, താമസ സൗകര്യം, ചെലവ് കുറയ്ക്കൽ തുടങ്ങിയ അജണ്ടകളിൽ മംദാനിയുടെ കാഴ്ചപ്പാടുകളെ അദ്ദേഹം ശ്ലാഘിക്കുകയും ചെയ്തു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും മംദാനി ട്രംപ് ഫാസിസ്റ്റാണെന്ന മുൻ അഭിപ്രായത്തിൽ മംദാനി ഉറച്ചു നിന്നു. ന്യൂയോർക്കിൻ്റെ കാര്യത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കാമെന്ന ഇരുപക്ഷത്തിൻ്റെയും യോജിച്ച ഉറപ്പിന് ശേഷമായിരുന്നു അതെല്ലാം. മേയറായി പ്രവൃത്തി മണ്ഡലത്തിൽ എത്തുമ്പോൾ മംദാനിക്ക് എത്രത്തോളം ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ കഴിയുമെന്നത് കാണാനിരിക്കുന്നു. പ്രചാരണ കാലത്ത് ന്യൂയോർക്കിലേക്ക് ദേശീയ സുരക്ഷാ സേനയെ അയക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്ന ട്രംപ് വികസന ജനക്ഷേമ തത്വശാസ്ത്രം നടപ്പിൽ വരുത്താൻ മംദാനി മുന്നിട്ടിറങ്ങുമ്പോൾ സംഘർഷബാധ ഉചിതമല്ല എന്ന് മനസ്സിലാക്കുന്ന ലക്ഷണങ്ങളാണ് ഉള്ളത്. മംദാനിയുടെ സ്ഥാനാരോഹണത്തിലെ പ്രതീകാത്മകതയുടെ ഇരുപുറവും തിരിച്ചറിയേണ്ടതുണ്ട്. ഡെമോക്രാറ്റുകൾ താരതമ്യേന റിപ്പബ്ലിക്കൻ ലൈനിനേക്കാൾ ഇടത്തോട്ട് ചാഞ്ഞെന്ന് വരാമെങ്കിലും അതൊന്നും അമേരിക്കൻ മുതലാളിത്തത്തെ ചോദ്യം ചെയ്യുന്നിടത്തോളം എത്തില്ല. 2018 മാത്രം അമേരിക്കൻ പൗരത്വം നേടിയ മംദാനിക്ക് കേവലം 8 വർഷം കൊണ്ട് ന്യൂയോർക്ക് മേയറാവാൻ കഴിഞ്ഞെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഉയരങ്ങളിലേക്ക് അദ്ദേഹം കുതിച്ചുയരുമെന്ന വായന അതിരുകടന്നതാവും. അമേരിക്കയ്ക്ക് പുറത്താണ് ജനനം എന്നതിനാലും താമസവുമായി ബന്ധപ്പെട്ട മറ്റു ഉപാധികൾ പൂർത്തീകരിക്കാത്തതിനാലും മംദാനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ US ഭരണഘടന അനുസരിച്ച് കഴിയില്ല. മംദാനിയുടെ അന്തർദേശീയ വിഷയങ്ങളിലെ നിലപാടുകൾ, വിശേഷിച്ച് പലസ്തീൻ അവകാശങ്ങളെക്കുറിച്ചും ഗസയിലെ വംശഹത്യ സംബന്ധമായും ഡെമോക്രാറ്റുകളിൽ വലിയൊരു വിഭാഗം വിയോജിക്കുന്നവരാണ്. ന്യൂയോർക്കിൽ കൂടുതൽ ശക്തമായ ജൂത ലോബിക്ക് ഡെമോക്രാറ്റുകൾക്കിടയിലുള്ള സ്വാധീനം മംദാനിയെ അലട്ടിയേക്കും. ഇതെല്ലാമാണെങ്കിലും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വ്യത്യസ്തമായ ഒരു ജനകീയ ശബ്ദമുയർത്താനും ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരു മറുപുറമുണ്ടെന്ന് തിരിച്ചറിയിക്കാനും പുരോഗമനവാദിയും സ്ഥിതിസമത്വ വക്താവും ജനകീയനുമാവുന്നത് മുസ്ലിമാവുന്നതിൻ്റെ നിഷേധമല്ല എന്ന് തെളിയിക്കാനും ഈ യുവ മേയർക്ക് കഴിഞ്ഞു എന്നത് അനിഷേധ്യമാണ്. അതിൻ്റെ തുടർച്ച എത്രത്തോളം എന്നത് ഭാവിയിലേക്ക് കാത്തിരുന്നേ കാണാനാവൂ. മാധ്യമം പോഡ്കാസ്റ്റ്.